PSC ചോദിച്ചിട്ടുള്ള 10 ഇംഗ്ലീഷ് വൊക്കാബുലറി ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Choose the correct antonym of the word luminous. Choose the correct antonym of the word luminous. Antonym എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപരീത പദങ്ങളാണ്. ലുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്ന എന്നൊക്കെയാണ് അർത്ഥം. ലുമിനസിന്റെ ആന്റോണിമാണ് ഡാർക്ക്. ലുമിനസ് എന്നതിന്റെ ആന്റോണിമാണ് ഡാർക്ക്. നമുക്ക് കുറച്ച് ആന്റോണിംസും കൂടെ ഇതിന്റെ കൂടെ പഠിച്ചു പോകാം. ലക്ഷോറിയന്റ്. ലക്ഷോറിയന്റ് എന്നതിന്റെ ആന്റോണിമാണ് സ്കൻഡി, മീഗർ. ലക്ഷോറിയന്റ്, സ്കൻഡി, മീഗർ. ലാവിഷ്. ലാവിഷിന്റെ ആന്റോണിമാണ് സ്കേഴ്സ്, ഡെഫിഷ്യന്റ്. ലാവിഷ്, സ്കേഴ്സ്, ഡെഫിഷ്യന്റ്. മോഡസ്റ്റ്, അറോഗന്റ്, പോംപസ്. മോഡസ്റ്റിന്റെ ആന്റോണിമാണ് അറോഗന്റ്, പോംപസ്. പാമ്പർ ആന്റോണിമാണ് ഡെനി, ഡിസ്പാരേജ്. പാമ്പർ, ഡെനി, ഡിസ്പാരേജ്. ഹോണർ, ഡെന്യൂൺസിയേഷൻ, ഷെയിം. ഹോണർ എന്നതിന്റെ ആന്റോണിമാണ് ഡെന്യൂൺസിയേഷൻ, ഷെയിം. ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. കോളേജ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. കോളേജിൻ്റെതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. സെപ്പറേറ്റ്. സെപ്പറേറ്റ് എന്ന് എങ്ങനെയാണ് എഴുതുക? SEPARATE. സെപ്പറേറ്റ്. സെപ്പറേറ്റ്. സെപ്പറേറ്റ് എന്നാണ് വരിക. അടുത്തത് പ്ലാഗിയറിസം. എങ്ങനെയാണ് എഴുതുക? PLAGIARISM. പ്ലാഗിയറിസം. 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 ഇവിടെ എ കഴിഞ്ഞിട്ടൊരു ഐ വന്നു, അതാണ് തെറ്റ്. പ്ലാഗിയറിസം എന്ന് ഇങ്ങനെയാണ് എഴുതുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് suitable idiom from the following. Filling the blanks with suitable idiom from the following. The announcer announced that it is time to dash the program. The announcer announced that it is time to dash the program. Wrap up എന്നതാണ് വരിക. Wrap up എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. Wrap up, to finish or complete something, often in a successful or conclusive way. സിമ്പിൾ ആയി പറഞ്ഞ പൂർത്തിയാക്കുക. Get cold feet. Get cold feet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? To lose the courage to do something. സിമ്പിൾ ആയി പറഞ്ഞ പേടി. Take sides. Take sides എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to support one person or group rather than another in a argument or war. എന്ന് വെച്ചാൽ പക്ഷം പിടിക്കുക. Take sides എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷം പിടിക്കുക. Butter someone. Butter someone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? To excessively praise or flatter someone often to gain their favor or assistance. എന്ന് വെച്ചാൽ സോപ്പ് ഇടുക എന്ന് പറയില്ലേ, അതാണ് ബട്ടർ സമ്മൺ എന്നതിന്റെ അർത്ഥം. The assailant dashed several places before being apprehended by the police. The assailant dashed several places before being apprehended by the police. Assailant എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമി എന്നാണ് അർത്ഥം. അപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ പിടികൂടുക. പോലീസ് അക്രമീനെ പിടികൂടുന്നതിന് മുന്നേ ഇയാള് ഒരുപാട് സ്ഥലത്ത് മാറി മാറി പോയിട്ടുണ്ട് എന്നാണ് വരുന്നത്. സോ കാൾഡ് അറ്റ് എന്നാണ് വരുന്നത്. കാൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വിസിറ്റ് എ പ്ലേസ്. കാൾ അറ്റ്, ടു വിസിറ്റ് എ പ്ലേസ്. കാൾ ഓൺ, ടു വിസിറ്റ് എ പേഴ്സൺ. Call on, to visit a person.
call up, recollect, call up, recollect. Call upon, to request someone to do something, call upon, to request someone to do something. The word deposition in legal context means, deposition എന്ന വാക്കിന്റെ മീനിങ് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട്. Deposition, witness statement taken outside the court. Choose the plural form of the word index from the following. Choose the plural form of the word index from the following. Indexes, indices ഇത് രണ്ടും ഇൻഡെക്സ് എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സസും ഇൻഡീസസും ഇൻഡെക്സിന്റെ പ്ലൂറൽ ഫോം ആയി വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പ്ലൂറലും കൂടെ പഠിച്ചു പോവാം. ലാർവ എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് ലാർവേ. ഗൂസ്, ഗീസ്. ആക്സിസ്, ആക്സസ്. ക്രൈസിസ്, ക്രൈസസ്. മാൻ, മാൻ. നെബുല, നെബുലെ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇൻഡെക്സ്, ഇൻഡെക്സസ്, ഇൻഡീസസ്. ലാർവ, ലാർവേ. ഗൂസ്, ഗീസ്. ആക്സിസ്, ആക്സസ്, ക്രൈസിസ്, ക്രൈസസ്. മാൻ, men, nebula, nebulae. Which of the following is the feminine gender of the word drawn? Which of the following is the feminine gender of the word drawn? Drawn എന്നതിന്റെ ഫെമിനി ഇവിടെ ബി ആണ്. ബിയുടെ മസ്കുലിൻ ആണ് ഡ്രോൺ, ഫെമിനി ആണ് ബി. ആൻഡിന്റെ മസ്കുലിനും ഡ്രോൺ തന്നെയാണ്, എന്നാൽ ഫെമിനി ക്യൂൻ ആണ്. ആൻഡിന്റെ മസ്കുലിൻ ഡ്രോൺ, ഫെമിനി ക്യൂൻ. ബിയുടേത് മസ്കുലിൻ ഡ്രോൺ, ഫെമിനി ബി. ഡക്കിന്റെ ഡ്രേക്ക്, ഡക്ക്. ഡക്ക്, ഡ്രേക്ക്, ഡക്ക്. ഗൂസ്, ഗ്യാൻഡർ, ഗൂസ്. ഗൂസ്, ഗ്യാൻഡർ, ഗൂസ്. ഡോങ്കി, ജാക്ക്, ജനറ്റ്. ഡോങ്കി, ജാക്ക്, ജനറ്റ്. Mule, Jack, Jenny. Mule, Jack, Jenny. Pick out the correctly spelled word from the following. Pick out the correctly spelled word from the following. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ട്യൂഷൻ എങ്ങനെയാണ് എഴുതുക? TUITION. ട്യൂഷൻ, TUITION എന്നാണ് എഴുതേണ്ടത്. What is the collective name used for a group of soldiers? What is the collective name used for a group of soldiers? സോൾജിയേഴ്സിന്റെ കൂട്ടത്തെ പറയാം റെജിമെന്റ്, ആർമി, സ്ക്വാഡ് എന്നൊക്കെയാണ്. സോൾജിയേഴ്സിന്റെ കൂട്ടത്തിനെ പറയാം റെജിമെന്റ്, ആർമി, സ്ക്വാഡ്. ആർമി എന്നത് ആൻസിന്റെയും കാറ്റർപില്ലേഴ്സിന്റെയും കൂട്ടത്തെയും പറയും. മാപ്പ്, മാപ്പിന്റെ കൂട്ടത്തെ എന്താ പറയാ? അറ്റ്ലസ്. മാപ്പിന്റെ കൂട്ടമാണ് അറ്റ്ലസ്. ആൻ അറ്റ്ലസ് ഓഫ് മാപ്സ്. ആൻ ഓഡിയൻസ് ഓഫ് ലിസണേഴ്സ്. ആൻ ഓഡിയൻസ് ഓഫ് ലിസണേഴ്സ്. ആൻ അജണ്ട ഓഫ് ടാസ്ക്. ആൻ അജണ്ട ഓഫ് ടാസ്ക്സ്. ആൻ അലയൻസ് ഓഫ് കൺട്രീസ്. ആൻ അലയൻസ് ഓഫ് countries. Choose a synonym for the word blasphemous from the words given below. Choose a synonym for the word blasphemous from the word given below. Synonym എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അർത്ഥം വരുന്നതാണ്. സിനോണിം സെയിം അർത്ഥം വരുന്നതാണ്. ബ്ലാസ്ഫേമസ് എന്നതിന്റെ സിനോണിം ആണ് പ്രോഫെയിൻ. ബ്ലാസ്ഫേമസ്, പ്രോഫെയിൻ. നമുക്ക് കുറച്ച് സിനോണിംസും കൂടെ പഠിച്ചു പോകാം. ബെനവലന്റ്, ഹ്യൂമെയിൻ. ബെനവലന്റ്, ഹ്യൂമെയിൻ. ബോണ്ടേജ്, സ്ലാവറി. ബോണ്ടേജ്, സ്ലാവറി. ബാരൻ, സ്റ്റെറിൽ. ബാരൻ, സ്റ്റെറിൽ. ബെഗിൻ, കമൻസ്. ബെഗിൻ, കമൻസ്. ബെലിജറന്റ്, ഹോസ്റ്റൈൽ. ബെലിജറന്റ്, ഹോസ്റ്റൈൽ. Abandon, leave. Abandon, leave. Alice, friends. Alice, friends. Action, deed.
ആക്ഷൻ, ഡീഡ്. 10 ഇംഗ്ലീഷ് വൊക്കാബുലറി ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.